യൂണിറ്റ് 8 ജിംഗ്ലിംഗ് ബെൽസ് കണ്ടിന്യൂ ചെയ്യാം. ടു ദ ഷോപ്പ്. Rubesh went to the shop with his son. They bought a pen and a pencil. How much should Rubesh pay? രൂപേഷിന്റെ മകന്റെ കൂടെ കടയിലോട്ട് പോയി. അവര് ഒരു പെന്നും ഒരു പെൻസിലും വാങ്ങി. എ പെൻ ആൻഡ് എ പെൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു പെന്നും ഒരു പെൻസിലും. ഹൗ മച്ച് ഷുഡ് രൂപേഷ് പേ? എത്രയാണ് രൂപേഷ് കൊടുക്കേണ്ടത് എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് കണ്ടോ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്താണ് ഓരോ ഐറ്റത്തിനും എത്രയാണ് വില എന്ന് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ഐറ്റംസിന്റെ തന്നിരിക്കുന്നത്? പെൻസില്, പെന്ന്, നോട്ട്ബുക്ക് ഒക്കെ തന്നിട്ടുണ്ട്. പെൻസിലിന്റെ പ്രൈസ് 5 rupees ആണെന്ന് തന്നിട്ടുണ്ട്. പെന്നിന്റെ പ്രൈസ് 10 rupees. നോട്ട്ബുക്കിന്റെ പ്രൈസ് 20 rupees. രൂപേഷ് എന്തൊക്കെയാണ് വാങ്ങിയത്? എ പെൻ ആൻഡ് എ പെൻസിൽ അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. പ്രൈസ് ഓഫ് എ പെൻസിൽ എത്രയാണ്? 5 rupees അല്ലേ. അത് അവിടെ ബോക്സിൽ എഴുതുക കേട്ടോ. ദെൻ പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ്? 10 rupees ആണ്. ബോക്സിൽ 10 എന്ന് എഴുതുക. അപ്പൊ ടോട്ടൽ പ്രൈസ് ഫോർ എ പെൻ ആൻഡ് എ പെൻസിൽ എങ്ങനെയാ കാണുക? രണ്ടും കൂടിയും കൂട്ടിയാൽ പോരെ? 5ഉം 10ഉം കൂട്ടിയ ടോട്ടൽ പ്രൈസ് കിട്ടൂല്ലേ. അപ്പൊ 5 + 10 എത്രയാ? 15 അല്ലേ. 15 rupees. 15 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഹൗ മച്ച് ഷുഡ് രൂപേഷ് പേ? അപ്പൊ എത്രയാണ് രൂപേഷ് കൊടുക്കേണ്ടത്? 10 + 5 അല്ലേ. 15 അല്ലേ. 15 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ, മുകളിലെ ബോക്സിൽ. അടുത്തത് നോക്കൂ. ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽസ് ആൻഡ് എ പെൻ. അതായത് 2 പെൻസിലിന്റെയും അതുപോലെ തന്നെ ഒരു പെന്നിന്റെയും വില, മൊത്ത വില എത്രയാണെന്നാണ് കേട്ടോ. എങ്ങനെയാ കാണുക? ഫസ്റ്റ് നമ്മൾ പ്രൈസ് ഓഫ് എ പെൻസിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പ്രൈസ് ലിസ്റ്റിൽ 5 rupees. പ്രൈസ് ഓഫ് 2 പെൻസിൽസ് എത്രയാണ്? 5 + 5 അല്ലേ. 10 അല്ലേ വരിക. ദെൻ പ്രൈസ് ഓഫ് എ പെന്ന് 10 rupees ആണ്. അപ്പൊ ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽസ് ആൻഡ് എ പെൻ എത്രയാ വരിക? 10 + 10. കൂട്ടണ്ടേ? 10ഉം 10ഉം കൂട്ടിയാൽ ആഡ് ചെയ്താൽ എത്രയാ വരിക? 20 അല്ലേ. 20 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. 20 rupees. ഇനി ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാ കാണുക? പ്രൈസ് ഓഫ് 2 പെൻസിൽസ് എങ്ങനെയാ ചെയ്യുക? 5 + 5 ചെയ്യുക. ദെൻ പ്രൈസ് ഓഫ് എ പെൻ എഴുതുക 10 rupees എന്ന് എഴുതുക. അപ്പോൾ ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽസ് ആൻഡ് എ പെൻ എങ്ങനെയാ കാണുക? 10 + 10 = 20 അങ്ങനെ എഴുതുക കേട്ടോ. അടുത്തത് കോയിൻസ് ടു നോട്ട്സ്. ഫൈൻഡ് നോട്ട്സ് ഈക്വൽ ടു ഈച്ച് സെറ്റ് ഓഫ് കോയിൻസ് ആൻഡ് ജോയിൻ ദം. ഇവിടെ കണ്ടോ, നമുക്ക് ഒരു സൈഡിൽ കോയിൻസും ഒരു സൈഡിൽ നോട്ട്സും ആണ് തന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ തന്ന കോയിൻസിന് തുല്യമായ നോട്ട്സ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ, നമുക്ക് തന്നിട്ടുണ്ട് അവിടെ അല്ലേ. ഏതൊക്കെ കോയിൻസ് ആണ്? 1 rupee കോയിൻ ഉണ്ട്, 2 rupee കോയിൻ, 2 rupee കോയിൻ അല്ലേ. അപ്പൊ ടോട്ടൽ റുപ്പീസ് എത്രയാണ്? 5 അല്ലേ. അപ്പോൾ അവിടെ 5 എന്നുള്ള നോട്ടിലേക്ക് നേരെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. 5 rupee കോയിൻസ് 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാ വരിക? 2 5 rupee കോയിൻസ് വന്നാൽ 10. ദെൻ അടുത്ത 2 5 rupees കോയിൻ വന്നാൽ 10. അപ്പം 10 + 10 20 അല്ലേ. അപ്പം 20ലേക്ക് നേരെ ജോയിൻ ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കൂ, 10 rupee കോയിൻസ് ആ തന്നിരിക്കുന്നത്. എത്ര എണ്ണമാണ്? 1 2 3 4 5. 5 10 rupee കോയിൻസ് എന്ന് പറഞ്ഞാൽ 5 tens എത്രയാ അറിയാലോ? 50 അല്ലേ. 50 rupee നോട്ടിലേക്ക് ജോയിൻ ചെയ്യുക. അടുത്തത് നോക്കൂ, നമുക്ക് ഏതൊക്കെ കോയിൻസ് ആണ്? 1 rupee കോയിൻസ് 3 എണ്ണം ഉണ്ട് അല്ലേ. കണ്ടോ? 1 2 3. 2 rupee കോയിൻസ് 1ഉം ദെൻ 5 rupee കോയിനും. കൗണ്ട് ചെയ്ത് നോക്കൂ. 1 rupee കോയിൻസ് 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. 3ന്റെ കൂടെ 2 വന്നാൽ 5. ദെൻ 5ഉം 5ഉം 2 എത്രയാ വരിക? 10 അല്ലേ. 10 rupee നോട്ടിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആഡിങ് കോയിൻസ്. മേരി ഹാസ്, ഇത് എത്ര രൂപയുടെ നോട്ടാണ്? 10 rupee അല്ലേ. മേരി ഹാസ് 10 rupees. വിച്ച് ആർ ദ കോയിൻസ് നീഡഡ് ടു മേക്ക് ഇറ്റ് 15 rupees? എന്താണ്? മേരിക്ക് 10 രൂപ ഉണ്ട്. ഏതൊക്കെ കോയിൻസ് വേണം അത് 15 രൂപയാക്കാന്നാണ് കേട്ടോ. അപ്പോൾ എത്രയും കൂടി വേണം? 10ന്റെ കൂടെ എത്രയും കൂടി വന്നാലാണ് 15 ആവുക? ഒരു 5ഉം കൂടി വേണം അല്ലേ. ഇവിടെ ചോട്ടിൽ കണ്ടോ ഏതൊക്കെ കോയിൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്? 3 1 rupee കോയിൻസ് ഉണ്ട്, 2 2 rupee കോയിൻസ് ഉണ്ട്, 1 5 rupee കോയിൻ ഉണ്ട് കേട്ടോ. ഏതൊക്കെ കോയിൻസ് വന്നാലാണ് 15 ആവുക? ഓൾറെഡി 10 rupees ഉണ്ട്. 5 വന്നാൽ 15 rupees ആവുമല്ലോ. അപ്പോൾ 5 rupee കോയിൻ ആ ബോക്സിൽ വരച്ച് വെക്കുക കേട്ടോ. ഡിഫറെൻറ്റ് വേസിൽ എഴുതണം. ഇവിടെ തന്നിരിക്കുന്നത് 1 rupee കോയിനും 2 rupee കോയിനും 5 rupee കോയിനും ഒക്കെ അല്ലേ. അപ്പോൾ ഒരു 5 rupee കോയിൻ ഉണ്ട്. അപ്പോൾ 5 rupee കോയിനും കൂടി വന്നാൽ 15 ആവുമെന്ന് കണ്ടു. ഇനി ബാക്കിയുള്ള കോയിൻസിൽ 3 1 rupee കോയിൻസും 2 2 rupee കോയിൻസും ഉണ്ടല്ലോ. ഇനി ഈ കോയിൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ 5 rupees ആക്കാം നോക്കിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? 2 2 rupee കോയിൻസും 1 1 rupee കോയിനും വന്നാൽ 5 rupees ആവുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. ദെൻ അടുത്തത് 5 എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? നമുക്ക് 3 1 rupee കോയിൻസും വേണം, ദെൻ 1 2 rupee കോയിനും 5 rupees ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ 3 1 rupee കോയിൻസും വരയ്ക്കുക, 1
2 rupee കോയിനും വരയ്ക്കുക കേട്ടോ നെക്സ്റ്റ് ബോക്സിൽ. ഇനി അടുത്തത് എന്താണ്? വിച്ച് ഓൾ കോയിൻസ് വിൽ മേക്ക് ഇറ്റ് 20 rupees? ക്യാൻ യു ഫൈൻഡ് ഡിഫറെന്റ് വേസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഓൾറെഡി മേരിയുടെ കയ്യിൽ 10 rupees ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ കോയിൻസ് ചേർന്നാലാണ് അത് 20 rupees ആവുക എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഡിഫറെന്റ് വേസ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന കോയിൻസ് ഒക്കെ ഏതൊക്കെയാണ്? 10 rupee കോയിൻസ് 2 എണ്ണം ഉണ്ട്. 5 rupee കോയിൻസ് എത്ര ഉണ്ട് നോക്കൂ? 1 2 3 4 ഉണ്ട് അല്ലേ. കണ്ടില്ലേ നിങ്ങൾ? 2 rupee കോയിൻസ് നോക്കൂ. 1 2 3 4 5 ഉണ്ട് അല്ലേ. 1 rupee കോയിന് 3 എണ്ണം ഉണ്ട്. ഇത്രയും കോയിൻസ് വെച്ചിട്ട് നമുക്ക് 10 rupees ഓൾറെഡി ഉണ്ട്, അതിനെ 20 rupees ആക്കണമെങ്കിൽ ഏതൊക്കെ കോയിൻസ് വേണം എന്നാണല്ലേ ചോദ്യം. 10ന്റെ കൂടെ ഒരു 10ഉം കൂടി വന്നാലാണ് 20 rupees ആവാന്ന് അറിയാലോ. അപ്പൊ നമ്മൾ ഇനി എന്ത് നോക്കിയാൽ മതി? 10 rupees എങ്ങനെയൊക്കെ ആക്കാം എന്ന് നോക്കിയാൽ മതി. അതായത് ഒരു 10 rupee കോയിൻ എടുത്താൽ 10 ആയല്ലോ, അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് 5 rupee കോയിൻ എടുത്തു നോക്കൂ. 5 rupee കോയിൻസ് ആണെങ്കിൽ നമുക്കറിയാം 2 5 rupee കോയിൻസ് വന്നാൽ 10 ആവൂലോ. അപ്പോൾ 2 5 rupee കോയിൻസ് അവിടെ നെക്സ്റ്റ് ബോക്സിൽ വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് 2 rupee എടുക്കുക കേട്ടോ. 2 rupee കോയിൻസ് എടുക്കാം. 2 rupee കോയിൻസ് എത്രണ്ണം വന്നാലാണ് 10 rupees ആവുക? 5 2 rupee കോയിൻസ് വന്നാൽ അല്ലേ. നോക്കി നോക്കൂ നിങ്ങൾ. 2 + 2 + 2 + 2 + 2 5 2s ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുമല്ലോ. അപ്പോൾ 5 2 rupee കോയിൻസ് ഇവിടെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? അടുത്തത് 3 1 rupee കോയിൻസ് ആണുള്ളത്. അപ്പോൾ 3 1 rupee കോയിൻസും പിന്നെ ഒരു 5 rupee കോയിനും ഒരു 2 rupee കോയിനും കൂടി ചേർന്നാലായില്ലേ. 5ഉം 3ഉം 8 ആയല്ലോ. പിന്നെ ഒരു 2 rupee കോയിനും കൂടി എടുത്തു കഴിഞ്ഞാൽ 10 ആവൂലോ. നെക്സ്റ്റ് ഹൗ മെനി കോയിൻസ്? 10 rupees 6 rupees 7 rupees എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോന്നിൻ്റെ റേറ്റ് തന്നിരിക്കുകയാണ് കേട്ടോ. ഐ ക്യാൻ ബൈ എ ബാങ്കിൾ വിത്ത് 2 coins ഐ ഹാവ് എന്നാ കുട്ടി പറയുന്നുണ്ടേ. എന്താണ്? എൻ്റെ കയ്യിലുള്ള 2 coins വെച്ചിട്ട് എനിക്ക് വള വാങ്ങാം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയായിരിക്കാം? ബാങ്കിളിൻ്റെ റേറ്റ് അവിടെ തന്നിട്ടുണ്ട്. 10 rupees ആണ്. ഏതൊക്കെ 2 coins ചേർന്നാലാണ് 10 rupees ആവുക? 2 5 rupee കോയിൻസ് ചേർന്നാലല്ലേ 10 rupees ആവുക. അപ്പോൾ വിച്ച് കോയിൻ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അവിടെ എഴുതുമല്ലോ നിങ്ങൾ 5 എന്ന് എഴുതുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. ആ കുട്ടി എന്താ പറയുന്നത്? ടു ബൈ എ ഹോൺ ഐ മസ്റ്റ് ഗീവ് 3 coins ഐ ഹാവ്. എന്താണ്? എനിക്ക് ഒരു ഹോൺ വാങ്ങാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള 3 coins കൊടുക്കണം എന്നാ പറയുന്നത് അല്ലേ. വിച്ച് കോയിൻ ചോദിച്ചിട്ടുണ്ട്. ഹോണിന്റെ റേറ്റ് എത്രയാ? 6 rupees അല്ലേ. ഏതൊക്കെ 3 coins ചേർന്നാലാണ് 6 rupees ആവുക? 2 rupee കോയിൻസ് 3 എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ 6 ആവൂലോ. അപ്പോൾ അവിടെ ബോക്സിൽ 2 എന്ന് എഴുതുക കേട്ടോ. ഇനി അടുത്ത കുട്ടി എന്താ പറയുന്നത്? ഐ ഹാവ് 2 coins ഐ ക്യാൻ ബൈ എ ചെയിൻ വിത്ത് ദീസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. വിച്ച് ആർ ദ കോയിൻസ് എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പറയുന്നത്? എൻ്റെ കയ്യിൽ 2 coins ഉണ്ട്, എനിക്ക് ഈ കോയിൻസ് വെച്ചിട്ട് എന്താണ് ചെയിന് വാങ്ങാം എന്നാ പറയുന്നത്. ചെയിനിന്റെ റേറ്റ് നോക്കൂ. 7 rupees ആണ് അല്ലേ. ഏതൊക്കെ 2 coins ചേർന്നാലാണ് 7 rupees ആവുക? 1 5 rupee കോയിനും 1 2 rupee കോയിനും ചേർന്നാലല്ലേ 7 rupees ആവുക. 5 എന്നും 2 എന്നും എഴുതുക കേട്ടോ. നെക്സ്റ്റ് മൈ പിഗ്ഗി ബാങ്ക്. ചിൽഡ്രൻ ആർ കൗണ്ടിങ് ദ മണി കളക്റ്റഡ് ഇൻ ദ പിഗ്ഗി ബാങ്ക് ഓഫ് ദയർ ക്ലാസ്. ജിത്തു സോർട്ടഡ് ദ കോയിൻസ്. അതായത് കുട്ടികൾ അവരുടെ ക്ലാസ്സിലെ പിഗ്ഗി ബാങ്കിൽ ശേഖരിച്ച കാശ് എണ്ണാണ്. ജിത്തു സോർട്ടഡ് ദ കോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിത്തു കോയിൻസ് എല്ലാം എന്ത് ചെയ്യുക? തരം തിരിച്ചു അല്ലേ. അവിടെ നോക്കൂ. ലെറ്റ് us sort and count the coins. എന്താ കുട്ടി പറയുന്നത്? നമുക്ക് നാണയങ്ങൾ തരംതിരിച്ചു എണ്ണിയാലോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹൗ മച്ച് ഡു യു തിങ്ക് വി ഹാവ്? നീ ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാകുമെന്നാണ് എന്ന് ചോദിക്കുന്നു അല്ലേ. അപ്പൊ അടുത്ത കുട്ടി എന്താ ചോദിക്കുന്നത്? 100 rupees പെർഹാപ്സ്. 100 രൂപയെങ്കിലും കാണുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹൗ മച്ച് ആക്ച്വലി? ശരിക്കും എത്രയാണെന്നാണ് കേട്ടോ. നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ കോയിൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. 1 rupee കോയിൻസ് 8 നമ്പർ ഉണ്ട് കണ്ടോ. 2 rupee കോയിൻസ് 10 നമ്പർ ഉണ്ട്. 5 rupee കോയിൻസ് 4, 10 rupee കോയിൻസ് 5. അപ്പൊ എത്ര റുപ്പീസ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യാലോ. 1 rupee കോയിൻസ് 8 എന്ന് പറഞ്ഞാൽ എത്രയായി? 8 rupees ആയി അല്ലേ. അപ്പൊ 8 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. 2 rupee കോയിൻസ് 10 ആണ് അല്ലേ. നമുക്കറിയാം 2 rupee കോയിൻസ് 5 എണ്ണം ആയാൽ എത്രയാ? 10 ആണ്. പിന്നെ അഗെയിൻ ഒരു 5ഉം കൂടി വന്നാൽ എത്രയായി?
പിന്നെ ഒരു 10. അപ്പം 10ഉം 10ഉം 20 അല്ലേ, 20 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് 5 റുപ്പി കോയിൻസ് 4 ആണ് കേട്ടോ. 5 റുപ്പി കോയിൻസ് 2 ആയിക്കഴിഞ്ഞാൽ എത്രയാ? 10 ആണ്. അഗെയിൻ ഒരു 2ഉം കൂടി 5 റുപ്പി കോയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാ? പിന്നെയും 10. അപ്പോൾ 10ഉം 10ഉം എത്രയാ? 20 അല്ലേ, 20 എന്ന ബോക്സിൽ എഴുതുക. അടുത്തത് നോക്കൂ, 10 റുപ്പി കോയിൻസ് 5 എണ്ണം ഉണ്ട് അല്ലേ. ഇപ്പം അറിയാലോ 5 10s, 5 10കൾ വന്നാൽ നമുക്കറിയാലോ 50 അല്ലേ, 50 എന്ന് ബോക്സിൽ എഴുതണേ. അടുത്തത് ദേ സോർട്ടഡ് കോയിൻസ് ഇൻ ടു സെറ്റ്സ് ഓഫ് 10 റുപ്പീസ് റിമൈനിങ് ഇൻ എ സിംഗിൾ സെറ്റ്. അതായത് ഈ കോയിൻസൊക്കെ അവരെന്ത് ചെയ്തു? 10 റുപ്പീസിൻ്റെ കൂട്ടങ്ങളാക്കി വെച്ചു. ബാക്കി ഉള്ളവനെ വേറൊരു കൂട്ടമായി വെച്ചു കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹൗ മെനി സെറ്റ്സ്, ഹൗ മച്ച് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം 10 റുപ്പീസിൻ്റെ സെറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. 2 റുപ്പി കോയിൻസ് 10 ആയിട്ട് 20, 5 റുപ്പി കോയിൻസ് 4 ആയിട്ട് 20, ദെൻ 10 റുപ്പി കോയിൻസ് 5 ആയിട്ട് 50. അപ്പോൾ ഏതൊക്കെയാണ്? 20, 20, 50 അല്ലേ. അപ്പോൾ എത്രയാ? 50ഉം 20 എത്രയാ? 60, 70. പിന്നെ അഗൈൻ ഒരു 20 എത്രയാ? 90. അപ്പോൾ എത്ര സെറ്റ്സ് ഉണ്ട്? 9 സെറ്റ്സ് ആയാലല്ലേ 90 ആവുക. 9 10 റുപ്പീസ് ആയാലല്ലേ 90 ആവുക. അപ്പോൾ ഹൗ മെനി സെറ്റ്സ്, അവിടെ എന്ത് എഴുതുക? 9 എന്ന് എഴുതുക. ഹൗ മച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 9 10s എന്ന് പറഞ്ഞാൽ 90 അല്ലേ, 90 എന്ന് ബോക്സിൽ എഴുതുക. ഇനി ഹൗ മച്ച് ലെഫ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ബാക്കിയുള്ളത്? 10ന്റെ സെറ്റ് ഇല്ലാത്തത് ഏതൊക്കെയത്? 1 റുപ്പി കോയിൻസ് 8 എണ്ണം അല്ലേ. 8 അല്ലേ, 8 എന്ന് എഴുതുക കേട്ടോ. അവിടെ എന്താണ് ആ കുട്ടി പറയുന്നത്? ഐ വിൽ ഗിവ് യു 2 10 റുപ്പി നോട്ട്സ് ആൻഡ് എന്നല്ല കേട്ടോ അവിടെ വരിക, ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് 4 5 റുപ്പി നോട്ട്സ് എന്നാണ്. അതായത് എന്താണ്? 4 5 രൂപ നോട്ടുകൾക്ക് പകരം 2 10 രൂപ നോട്ടുകൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് കേട്ടോ. 4 5 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 20 അല്ലേ. അതിന് പകരമായിട്ട് 2 10 റുപ്പി നോട്ട്സ് തരാമെന്ന് പറയുകയാണ്. അപ്പോൾ 2 10 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ 20 റുപ്പീസ് തന്നെ അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.